നമ്മൾ ടൈം സ്റ്റാമ്പ് ഓർഡറിംഗ് പ്രോട്ടോക്കോളിനെ പറ്റിയിട്ടാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പം അതിനകത്ത് നമ്മൾ ടൈം സ്റ്റാമ്പിന് നമ്മൾ അൽഗോരിതത്തിനകത്ത് വർക്ക് ചെയ്യാൻ വേണ്ടി 2 വാല്യൂസ് കൊടുക്കുന്ന കാര്യം പറഞ്ഞായിരുന്നു. റീഡ് ടൈം സ്റ്റാമ്പും റൈറ്റ് ടൈം സ്റ്റാമ്പ് എന്നും പറഞ്ഞ 2 വാല്യൂസ് കൊടുക്കുന്ന കാര്യം പറഞ്ഞായിരുന്നു. എന്താണ് റീഡ് ടൈം സ്റ്റാമ്പും റൈറ്റ് ടൈം സ്റ്റാമ്പ് എന്ന് പറഞ്ഞാൽ? റീഡ് ടൈം സ്റ്റാമ്പ് എന്ന് പറഞ്ഞാൽ എക്സ് എന്ന് പറയുന്ന ഒരു ഡേറ്റ ഐറ്റത്തിന്റെ ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള റീഡ് ടൈം സ്റ്റാമ്പ് വാല്യൂ ആണ് ഈ തന്നിരിക്കുന്നത്. എക്സ് എന്ന് പറയുന്ന ഡേറ്റ ഐറ്റവുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് റീഡ് ഓപ്പറേഷൻസ് നടക്കാം. അപ്പം ഏറ്റവും യങ്ങസ്റ്റ് ട്രാൻസാക്ഷൻ ചെയ്തിരിക്കുന്ന റീഡ് ഓപ്പറേഷനുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ആ ട്രാൻസാക്ഷന്റെ ടൈം സ്റ്റാമ്പ് വാല്യൂ ആണ് റീഡ് ടൈം സ്റ്റാമ്പ് ഓഫ് എക്സ് എന്ന് പറഞ്ഞ് കൊടുക്കുന്നത്. ഒരു 10 ട്രാൻസാക്ഷൻ ഉണ്ടെന്ന് വിചാരിക്കുക. ആ 10 ട്രാൻസാക്ഷൻസും എക്സ് എന്ന് പറയുന്ന ഒരു ഡേറ്റ ഐറ്റം യൂസ് ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുക. ഓരോ ട്രാൻസാക്ഷനും 1, 2, 3, 4 എന്നുള്ള രീതിയിൽ നമ്മൾ ടൈം സ്റ്റാമ്പ് വാല്യൂസ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ 10ാമത്തെ ട്രാൻസാക്ഷനും ഈ എക്സ് എന്ന് പറയുന്ന ഒരു ഡേറ്റ ഐറ്റത്തിനെ സക്സസ്ഫുൾ ആയിട്ട് റീഡ് ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്ന ഒരു വാല്യൂ ആണ് റീഡ് ടൈം സ്റ്റാമ്പ് എന്ന് പറയുന്നത്. അതായത് 10ാമത്തെ ട്രാൻസാക്ഷന്റെ ടൈം സ്റ്റാമ്പ് വാല്യൂ ആണ് റീഡ് ടൈം സ്റ്റാമ്പ് ഓഫ് എക്സ് എന്ന് പറയുന്നത്. മനസ്സിലായോ? അതായത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ആ ഡേറ്റ ഐറ്റത്തിനെ കൈകാര്യം ചെയ്തിരിക്കുന്ന ട്രാൻസാക്ഷന്റെ ടൈം സ്റ്റാമ്പ് വാല്യൂ ആണ് ആ ഒരു ഐറ്റത്തിന്റെ മാക്സിമം ആയിട്ടുള്ള റീഡ് വാല്യൂ എന്ന് പറയുന്നത്. ഇനി അടുത്തത് റൈറ്റ് ടൈം സ്റ്റാമ്പ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാലോ? നമ്മൾ റീഡ് പറഞ്ഞ പോലെ തന്നെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഈ എക്സ് എന്ന് പറയുന്ന ഡേറ്റ ഐറ്റത്തിനെ റൈറ്റ് ചെയ്തിരിക്കുന്ന ട്രാൻസാക്ഷന്റെ ടൈം സ്റ്റാമ്പ് വാല്യൂ ആണ് അതിന്റെ ഏറ്റവും മാക്സിമം ആയിട്ടുള്ള റൈറ്റ് വാല്യൂ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ റൈറ്റ് ടൈം സ്റ്റാമ്പ് വാല്യൂ എന്ന് പറയുന്നത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു 5 ട്രാൻസാക്ഷൻ ഉണ്ടെന്ന് വിചാരിക്കുക. ഓരോ ട്രാൻസാക്ഷനും ഓരോ ടൈം സ്റ്റാമ്പ് വാല്യൂ ഉണ്ട്. ആദ്യമേ എക്സിക്യൂട്ട് ചെയ്യുന്ന ട്രാൻസാക്ഷൻ ആണ് ഓൾഡർ ട്രാൻസാക്ഷൻ. അത് കഴിഞ്ഞ് എക്സിക്യൂട്ട് ചെയ്യുന്ന ട്രാൻസാക്ഷൻസിന് നമ്മൾ യങ്ങർ ട്രാൻസാക്ഷൻ എന്ന് പറയുന്നു. ഏറ്റവും ലാസ്റ്റ് എക്സിക്യൂട്ട് ചെയ്യുന്ന ട്രാൻസാക്ഷൻ ആയിരിക്കുമല്ലോ T5 എന്ന് പറയുന്നത്. 5 എണ്ണം ഉണ്ടെങ്കിൽ ഏറ്റവും ലാസ്റ്റ് എക്സിക്യൂട്ട് ചെയ്യുന്നതായിരിക്കും T5 എന്ന് പറയുന്നത്. അപ്പൊ ആ T5 എന്ന് പറയുന്ന ട്രാൻസാക്ഷൻ സക്സസ്ഫുൾ ആയിട്ട് എക്സ് എന്ന് പറയുന്ന ഡേറ്റ ഐറ്റത്തിന്മേല് റൈറ്റ് ഓപ്പറേഷൻ പെർഫോം ചെയ്ത് കഴിയുമ്പോൾ ആ T5 എന്ന് പറയുന്ന ട്രാൻസാക്ഷന്റെ ടൈം സ്റ്റാമ്പ് വാല്യൂ ആണ് നമ്മൾ എങ്ങോട്ട് അസൈൻ ചെയ്ത് വെക്കുന്നത്? ഈ ഒരു ഡേറ്റ ഐറ്റത്തിന്റെ ഏറ്റവും മാക്സിമം ആയിട്ടുള്ള റൈറ്റ് വാല്യൂ ആയിട്ട് നമ്മൾ അസൈൻ ചെയ്ത് വെക്കുന്നത്. ഇത് എന്തിനു വേണ്ടി ഇങ്ങനെ അസൈൻ ചെയ്ത് വെക്കുന്നത്? നമുക്ക് അറിയാൻ വേണ്ടിയിട്ടാണ്. ആ ഒരു ഡേറ്റ ഐറ്റമായിട്ട് ബന്ധപ്പെട്ട ഏത് ട്രാൻസാക്ഷൻ വരെയാണ് എക്സിക്യൂട്ട് ചെയ്തെന്നുള്ളൊരു ഓർഡർ അറിയാൻ വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ ടൈം സ്റ്റാമ്പ് വാല്യൂ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. അപ്പൊ ഈ 2 കാര്യങ്ങൾ മനസ്സിലായെങ്കിലാണ് ഇതിന്റെ വർക്കിംഗ് ഇനി മനസ്സിലാകത്തുള്ളൂ. ഇനി നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് ബേസിക് ആയിട്ടുള്ള ഈ ടൈം സ്റ്റാമ്പ് ഓർഡറിംഗിന്റെ അൽഗോരിതത്തിന്റെ വർക്കിങ്ങിനെ പറ്റിയിട്ടാണ്. Whenever some transaction T tries to issue a read item of X or a write item of X operation, the basic TO algorithm compares the timestamp of T with read TS of X and write TS of X to ensure that the timestamp order of transaction execution is not violated. If this order is violated, then transaction T is aborted and resubmitted to the system as a new transaction with a new timestamp. ഇത്രയുമാണ് ഇതിനകത്ത് വർക്കിംഗ് ആയിട്ട് മെയിൻ കാര്യം വരുന്നത്. എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? നമ്മുടെ സിസ്റ്റത്തിനകത്ത് ഒരുപാട് ട്രാൻസാക്ഷൻസ് എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ട്. ആ ട്രാൻസാക്ഷനകത്ത് വരുന്ന നമ്മൾ 2 തരത്തിലുള്ള ഓപ്പറേഷൻസ് ആണ് ഏതൊക്കെ? റീഡ് ഐറ്റം എന്നും പറയുന്നതും അതുപോലെ തന്നെ റൈറ്റ് ഐറ്റം എന്നും പറയുന്നതും. അപ്പൊ ഈ ട്രാൻസാക്ഷൻ ഇഷ്യൂ ചെയ്യുന്ന റീഡ് ഐറ്റം അല്ലെങ്കിൽ റൈറ്റ് ഐറ്റം എന്ന് പറയുന്ന ഓപ്പറേഷൻ നമ്മുടെ ടൈം സ്റ്റാമ്പ് ഓർഡറിംഗിലോട്ട് വരുമ്പോൾ അത് എന്തുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് നിൽക്കുന്നു? ടൈം സ്റ്റാമ്പ് വാല്യൂമായിട്ട് അസോസിയേറ്റ് ചെയ്ത് നിൽക്കുന്നു. റീഡ് ടൈം സ്റ്റാമ്പ് വാല്യൂവും അതുപോലെ തന്നെ റൈറ്റ് ടൈം സ്റ്റാമ്പ് വാല്യൂമായിട്ട് അസോസിയേറ്റ് ചെയ്ത് നിൽക്കുന്നു. ഈ വാല്യൂമായിട്ട് കമ്പയർ ചെയ്തിട്ടാണ് നമ്മൾ ആ ട്രാൻസാക്ഷനെ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി വിടണോ വേണ്ടയോ എന്നുള്ള കാര്യം തീരുമാനിക്കുന്നത്. ഇനി നമ്മൾ പറഞ്ഞു ഓർഡർ ട്രാൻസാക്ഷനും ഉണ്ട്, യങ്ങർ ട്രാൻസാക്ഷനും ഉണ്ട്. ഓൾഡർ ട്രാൻസാക്ഷൻ എന്ന് പറയാൻ നമുക്കറിയാം ആദ്യമേ തന്നെ എക്സിക്യൂട്ട് ചെയ്യുന്ന ട്രാൻസാക്ഷൻ ആണ് ആ ഓർഡറിൽ. ഇപ്പൊ 1, 2, 3, 4, 5 എന്നുള്ളൊരു ഓർഡർ ആണെങ്കിൽ ഒന്നാമതായിട്ട് എക്സിക്യൂട്ട് ചെയ്യുന്ന ട്രാൻസാക്ഷനെയാണ് നമ്മൾ ഓൾഡർ ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത്. ഏറ്റവും ലാസ്റ്റ് എക്സിക്യൂട്ട് ചെയ്യുന്ന ട്രാൻസാക്ഷൻ ആണ് യങ്ങർ ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമുക്കറിയാം ഒരു ഓൾഡർ ട്രാൻസാക്ഷൻ എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷമായിരിക്കുമല്ലോ അതിന്റെ തൊട്ടുള്ള യങ്ങർ എക്സിക്യൂട്ട് ചെയ്യുന്നത്.
അതായത് T1 എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമായിരിക്കും T2 എക്സിക്യൂട്ട് ചെയ്യുന്നത്. T2 എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമായിരിക്കും T3 എക്സിക്യൂട്ട് ചെയ്യുന്നത്. അങ്ങനെ എത്ര എണ്ണമുണ്ടോ ആ ഒരു ഓർഡറിലായിരിക്കും, അതായത് സീരിയൽ ഷെഡ്യൂളിംഗ് ഓർഡറിലായിരിക്കും ട്രാൻസാക്ഷൻ എക്സിക്യൂട്ട് ചെയ്യുന്നത് നമ്മുടെ ടൈം സ്റ്റാമ്പ് വെച്ചിട്ട്. അങ്ങനെ ആവുമ്പോൾ ഒരു ഓൾഡർ ട്രാൻസാക്ഷൻ റീഡും റൈറ്റും ചെയ്ത് കഴിഞ്ഞതിന് ശേഷമായിരിക്കും അതിന്റെ തൊട്ടടുത്തുള്ള യങ്ങർ ട്രാൻസാക്ഷൻ എക്സിക്യൂട്ട് ചെയ്യുന്നത്. അപ്പൊ യങ്ങർ ട്രാൻസാക്ഷൻ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വീണ്ടും ഒരു ഓൾഡർ ട്രാൻസാക്ഷൻ വന്ന് റീഡ് ചെയ്യാനോ റൈറ്റ് ചെയ്യാനോ റിക്വസ്റ്റ് കൊടുക്കുകയാണെങ്കിൽ അവിടെയാണ് വയലേഷൻ ഉണ്ടാവുന്നത്. മനസ്സിലായോ? ഓൾഡർ ട്രാൻസാക്ഷൻ ഓൾറെഡി എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞതാണ്, ഒരു ഡേറ്റ ഐറ്റത്തിന് മേലെ റീഡും റൈറ്റും ചെയ്ത് കഴിഞ്ഞതാണ്. ആ ഒരു ഡേറ്റ ഐറ്റത്തിന് അന്നേരം അതിന്റെ മാക്സിമം ആയിട്ടുള്ള ടൈം സ്റ്റാമ്പ് വാല്യൂവും കിട്ടിക്കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ തൊട്ടടുത്ത T2 എക്സിക്യൂട്ട് ചെയ്യാൻ വന്നതെന്ന് വിചാരിക്കുക. T1 എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് T2 എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് വിചാരിക്കാം. അപ്പൊ ഇപ്പൊ കൈവശമുള്ളത് ആരുടെ കയ്യിലാണ്? നമ്മുടെ ഡേറ്റ ഐറ്റംസ് T2വിന്റെ കയ്യിലാണുള്ളത്. അപ്പൊ T2 എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി തുടങ്ങിയപ്പോഴത്തേക്കും T1 വീണ്ടും റിക്വസ്റ്റ് അയച്ചിരിക്കുകയാണ്, ആ ഡേറ്റ ഐറ്റം തന്നെ റീഡ് ചെയ്യുക അല്ലെങ്കിൽ റൈറ്റ് ചെയ്യുക വേണമെന്ന് പറഞ്ഞ് റിക്വസ്റ്റ് അയക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ടൈം സ്റ്റാമ്പ് ഓർഡറിനകത്ത് എന്ത് സംഭവിക്കും? അതായത് യങ്ങർ ട്രാൻസാക്ഷൻ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഓൾഡർ ട്രാൻസാക്ഷനെ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വീണ്ടും അനുവദിക്കുന്നില്ല. പകരം എന്ത് ചെയ്യും? ആ ഓൾഡർ ട്രാൻസാക്ഷനെ റോൾ ബാക്ക് ചെയ്യുന്നു, അല്ലെങ്കിൽ അബോർട്ട് ചെയ്തിട്ട് അതിനെ ഒരു പുതിയ ട്രാൻസാക്ഷൻ ആയിട്ട് സെറ്റ് ചെയ്യുന്നു. അതുപോലെ അതിനൊരു പുതിയ ടൈം സ്റ്റാമ്പ് വാല്യൂയും കൂടെ അസൈൻ ചെയ്യുന്നു. അപ്പൊ അവിടെ എന്ത് സംഭവിക്കും? നമ്മുടെ T1 എന്ന് പറയുന്ന ഓൾഡറിന് വീണ്ടും ഈ ഡേറ്റ ഐറ്റം ആവശ്യമായിട്ട് വരുമ്പോൾ റിക്വസ്റ്റ് കൊടുക്കുമ്പോൾ നമ്മുടെ സിസ്റ്റം തന്നെ T1നെ അബോർട്ട് ചെയ്ത് പുതിയൊരു ട്രാൻസാക്ഷൻ ആയിട്ട് സെറ്റ് ചെയ്ത് പുതിയ ടൈം സ്റ്റാമ്പ് വാല്യൂ കൊടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്കിപ്പോ കൈവശം ഓൾറെഡി ഉള്ളത് T5 വരെയുള്ള ട്രാൻസാക്ഷൻ ആണെന്ന് വിചാരിക്കാം. അപ്പൊ പുതിയ ട്രാൻസാക്ഷൻ ആയിട്ട് സെറ്റ് ചെയ്യുമ്പം ഈ T1 വീണ്ടും ആരായിട്ട് വരും? T6 എന്ന് പറയുന്ന പുതിയൊരു ട്രാൻസാക്ഷൻ ആയിട്ട് വരുന്നു. അപ്പൊ പുതിയൊരു ടൈം സ്റ്റാമ്പ് വാല്യൂവും കിട്ടുന്നു. അപ്പൊ 6 എന്ന് പറയുന്ന പുതിയൊരു ടൈം സ്റ്റാമ്പ് വാല്യൂവും കിട്ടുന്നു. അപ്പൊ ഓട്ടോമാറ്റിക് ആയിട്ടും ഈ T2 എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ ഓരോന്ന് 1 by 1 ആയിട്ട് ചെക്ക് ചെയ്ത് വരുമ്പോൾ യങ്ങർ ട്രാൻസാക്ഷൻ ആണ് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ആ പുതിയ ട്രാൻസാക്ഷന് വേണ്ടിയിട്ട് നമ്മൾ ഐറ്റത്തിനെ വിട്ടുകൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതാണ് വയലേഷൻ എന്ന് പറഞ്ഞാൽ. അതായത് ഓൾഡർ ട്രാൻസാക്ഷൻ ഓൾറെഡി എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷവും വീണ്ടും യങ്ങറിനോട് റിക്വസ്റ്റ് ചെയ്യുകയാണ് ആ ഐറ്റം വേണം എന്നുള്ള രീതിയിൽ. അങ്ങനെ വന്നാൽ യങ്ങർ ഓൾഡറിന് ആ ഡേറ്റ ഐറ്റത്തിനെ വിട്ടുകൊടുക്കുന്നില്ല. പകരം എന്ത് ചെയ്യുന്നു? ആ ട്രാൻസാക്ഷനെ അബോർട്ട് ചെയ്ത് പുതിയ ട്രാൻസാക്ഷൻ ആയിട്ട് സെറ്റ് ചെയ്ത് പുതിയ ടൈം സ്റ്റാമ്പ് വാല്യൂ കൊടുത്ത് പുതിയൊരു ഷെഡ്യൂളിനകത്ത് വേണം, അല്ലെങ്കിൽ പുതിയൊരു ഓർഡറിൽ വേണം എക്സിക്യൂട്ട് ചെയ്യാനായിട്ട്. ഇനി ഇങ്ങനെ റോൾ ബാക്ക് ചെയ്യുമ്പോൾ സംഭവിക്കുന്ന ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഈ ടൈം സ്റ്റാമ്പ് ഓർഡറിംഗുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു പ്രോബ്ലം ആണ് കാസ്കേഡിംഗ് റോൾ ബാക്ക് എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞു ഡെഡ് ലോക്ക് ഉണ്ടാകുന്നില്ലെന്ന് പറഞ്ഞു, പക്ഷെ ഇവിടെ ഉണ്ടാകുന്ന ഒരു പ്രോബ്ലം ആണ് കാസ്കേഡിംഗ് റോൾ ബാക്ക് എന്ന് പറയുന്നത്. അതായത് നമ്മളിപ്പോ ഒരു ഓൾഡർ ട്രാൻസാക്ഷനെ അബോർട്ട് ചെയ്തു എന്ന് വിചാരിക്കുക. അപ്പൊ ആ ട്രാൻസാക്ഷൻ റൈറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ റീഡ് ചെയ്യുകയോ ചെയ്തിരിക്കുന്ന ഒരു വാല്യൂ വെച്ചായിരിക്കുമല്ലോ അതിന്റെ നെക്സ്റ്റ് ട്രാൻസാക്ഷൻ എക്സിക്യൂട്ട് ചെയ്യുന്നത്. അപ്പൊ ഓട്ടോമാറ്റിക് ആയിട്ടും ഈ ഒരു ഓൾഡർ ട്രാൻസാക്ഷൻ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന റീഡ് വാല്യൂം റൈറ്റ് വാല്യൂം യൂസ് ചെയ്യുന്ന ട്രാൻസാക്ഷനെ കൂടെ റോൾ ബാക്ക് ചെയ്യുന്നു. അപ്പൊ ആ ട്രാൻസാക്ഷൻ യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ആ പുതിയതായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ട്രാൻസാക്ഷൻ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന റൈറ്റും റീഡും ഉള്ള വാല്യൂ ഉള്ള യൂസ് ചെയ്യുന്ന ട്രാൻസാക്ഷനെ വീണ്ടും റോൾ ബാക്ക് ചെയ്യുന്നു. അങ്ങനെ ഫോളോയിങ് ആയിട്ട് റോൾ ബാക്ക് ചെയ്ത് പോകുന്നു. അപ്പൊ ഇതാണ് കാസ്കേഡിംഗ് റോൾ ബാക്ക് പ്രോബ്ലം എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഒരു ഓൾഡർ യങ്ങറിലോട്ട് റിക്വസ്റ്റ് കൊടുക്കുമ്പോൾ ഓൾഡറിനെ നമ്മൾ റോൾ ബാക്ക് ചെയ്ത് കൊടുക്കുന്നു. അപ്പൊ ഈ ഓൾഡർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന റീഡ് ഐറ്റവും റൈറ്റ് ഐറ്റവും ഉള്ള ഒരു ഡേറ്റ ഐറ്റം യൂസ് ചെയ്യുന്ന മറ്റ് ട്രാൻസാക്ഷൻസിനെയും കൂടെ ഓട്ടോമാറ്റിക് ആയിട്ട് റോൾ ബാക്ക് ചെയ്ത് പോകുന്നു. അതായത് അപ്ഡേറ്റ് ചെയ്തിരിക്കുന്ന ഡേറ്റ വേണമല്ലോ നമുക്ക് പുതിയ ട്രാൻസാക്ഷൻ കിട്ടാനായിട്ട്. ഒരു ട്രാൻസാക്ഷൻ അബൌട്ട് ആയിട്ട് പോകുമ്പോൾ അത് അപ്ഡേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഡേറ്റയും എന്തായിട്ട് പോകണം? അബൌട്ട് ആയിട്ട് തന്നെ പോകണം. അതുകൊണ്ട് ഒരു ട്രാൻസാക്ഷൻ റോൾ ബാക്ക് ചെയ്താൽ അത് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ആ ട്രാൻസാക്ഷൻ യൂസ് ചെയ്ത് വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ റൈറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന റീഡ് ചെയ്ത് വെച്ചിരിക്കുന്ന വാല്യൂ യൂസ് ചെയ്യുന്ന മറ്റ് ട്രാൻസാക്ഷനെയും കൂടെ റോൾ ബാക്ക് ചെയ്യുന്നു. ഇങ്ങനെ റോൾ ബാക്ക് ചെയ്യുന്ന ഒരു പ്രോസസ്സിന് പറയുന്ന പേരാണ് കാസ്കേഡിംഗ് റോൾ ബാക്ക് എന്ന് പറയുന്നത്. ഈ പ്രോസസ് ഉള്ളത് കൊണ്ടാണ് നമുക്ക് കറക്റ്റ് ആയിട്ട് റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റാത്തത്. ഒറ്റ ട്രാൻസാക്ഷൻ മാത്രമല്ല ഇവിടെ റോൾ ബാക്ക് ആയിട്ട് പോകുന്നത്, അതുമായിട്ട് അസോസിയേറ്റ് നിൽക്കുന്ന മറ്റു ട്രാൻസാക്ഷനും കൂടെ റോൾ ബാക്ക് ആയിട്ട് പോകുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ഇവിടെ റിക്കവറി എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് കൊണ്ടുവരാനായിട്ട് പറ്റാത്തത്. അപ്പൊ ആ പ്രോബ്ലം നിങ്ങൾ ഓർത്ത് വെക്കുക. ഈ കാസ്കേഡിംഗ് റോൾ ബാക്ക് എന്ന് പറയുന്ന പ്രോബ്ലം ഒഴിവാക്കണമെങ്കിൽ നമ്മൾ അഡീഷണൽ ആയിട്ട് അതിനുവേണ്ടിയുള്ള മറ്റ് പ്രോട്ടോകോളുകളൊക്കെ യൂസ് ചെയ്യേണ്ടതായിട്ട് വരും.
ഇനി ഈ അൽഗോരിതത്തിന്റെ സ്റ്റെപ്പുകളാണ് താഴെ തന്നിരിക്കുന്നത്. നോക്കുക, ആദ്യമേ കൊടുത്തിരിക്കുന്നത് ടി എന്ന് പറയുന്ന ഒരു ട്രാൻസാക്ഷൻ റൈറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്പറേഷൻ ആണ് പെർഫോം ചെയ്യുന്നതെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ടൈം സ്റ്റാമ്പ് ഓർഡറിംഗ് എന്ന് പറയുന്ന അൽഗോരിതം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നാണ്. If read ts of x greater than ts of t or if write ts of x greater than ts of t, then abort and roll back t and reject the operation. This should be done because some younger transaction with a timestamp greater than ts of t and hence after t in the timestamp ordering has already read or written the value of item x before t had a chance to write x, thus violating the timestamp ordering. ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ടി എന്ന് പറയുന്ന ഒരു ട്രാൻസാക്ഷൻ എക്സ് എന്ന് പറഞ്ഞൊരു ഡേറ്റ ഐറ്റത്തിന്മേൽ റൈറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ഓപ്പറേഷൻ കൊടുക്കാൻ വേണ്ടി റിക്വസ്റ്റ് കൊടുക്കുകയാണെങ്കിൽ അവിടെ കൺകറൻസി കൺട്രോൾ സബ് സിസ്റ്റം ചെക്ക് ചെയ്യുന്ന ഒന്നാമത്തെ കാര്യം എന്താണ്? ആ ഡേറ്റ ഐറ്റവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന റീഡ് ടൈം സ്റ്റാമ്പ് വാല്യൂവോ അല്ലെങ്കിൽ റൈറ്റ് ടൈം സ്റ്റാമ്പ് വാല്യൂവോ നമ്മുടെ ഇപ്പം റിക്വസ്റ്റ് ചെയ്തിരിക്കുന്ന ടിയുടെ വാല്യൂവിനെക്കാട്ടിലും കൂടുതലാണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നു. ടൈം സ്റ്റാമ്പ് വാല്യൂ കൂടുതലാണെങ്കിൽ, അതായത് ഇപ്പോഴുള്ള ഡേറ്റ ഐറ്റത്തിന്റെ ടൈം സ്റ്റാമ്പ് വാല്യൂ കൂടുതലാണെങ്കിൽ അത് മീൻ ചെയ്യുന്നത് എന്താണ്? ആ എക്സ് എന്ന് പറയുന്ന ഡേറ്റ ഐറ്റം ഇപ്പോഴൊരു യങ്ങർ ട്രാൻസാക്ഷൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് ടി എന്ന് പറയുന്നത് ഒരു ഓൾഡർ ട്രാൻസാക്ഷൻ ആണ്. അതായത് ഓൾറെഡി എക്സ് എന്ന് പറയുന്ന ഡേറ്റ ഐറ്റം റീഡ് ചെയ്യുകയും റൈറ്റ് ചെയ്യുകയും ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ട്രാൻസാക്ഷൻ ആണ് ടി എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ടുള്ള ഒരു ട്രാൻസാക്ഷൻ ഇപ്പം എക്സിനെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എക്സിനെ നമുക്ക് വീണ്ടും ഓൾഡർ ട്രാൻസാക്ഷന് വിട്ടുകൊടുക്കാനായിട്ട് പറ്റത്തില്ല. നമ്മുടെ അവിടെ വയലേഷൻ ഉണ്ടാകും. അതായത് ടി വീണ്ടും ആ ഡേറ്റ ഐറ്റത്തിനെ മോഡിഫൈ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ വിട്ടുകൊടുക്കാത്തത്. അപ്പൊ അതുകൊണ്ട് വിട്ടുകൊടുക്കുന്നില്ല. എന്ത് ചെയ്യും? ഈ ടി എന്ന് പറയുന്ന ഓൾഡർ ട്രാൻസാക്ഷനെ നമ്മൾ റോൾ ബാക്ക് അല്ലെങ്കിൽ അബോർട്ട് ചെയ്യുന്നു, പുതിയ ട്രാൻസാക്ഷൻ ആയിട്ട് സെറ്റ് ചെയ്യുന്നു, പുതിയ ടൈം സ്റ്റാമ്പ് കൊടുക്കുന്നു. അതിനുശേഷം നമുക്ക് ഈ ടി എന്ന് പറയുന്ന ട്രാൻസാക്ഷന് എക്സിനെ വേണമെങ്കിൽ റീഡ് ചെയ്യാം. അപ്പൊ ഇത്രയേ ഉള്ളൂ ഓർക്കേണ്ട കാര്യം. നമ്മൾ റിക്വസ്റ്റ് ചെയ്യുന്ന ട്രാൻസാക്ഷന്റെ ടൈം സ്റ്റാമ്പ് വാല്യൂ ഓൾറെഡി ഉള്ള ഐറ്റത്തിന്റെ ടൈം സ്റ്റാമ്പ് വാല്യൂവിനെക്കാട്ടിലും കുറവാണെങ്കിൽ ആ ട്രാൻസാക്ഷനായ ആ ഡേറ്റ ഐറ്റത്തിനെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് കിട്ടത്തില്ല. അതായത് ഇപ്പൊ റിക്വസ്റ്റ് ചെയ്തിരിക്കുന്ന വാല്യൂ എന്ന് പറഞ്ഞാൽ ഓൾഡർ ട്രാൻസാക്ഷൻ യങ്ങറിലോട്ട് റിക്വസ്റ്റ് കൊടുത്തിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അത് ഒരിക്കലും ടൈം സ്റ്റാമ്പിനകത്ത് വർക്ക് ചെയ്യത്തില്ല. ഇനി അങ്ങനെ അല്ലെങ്കിൽ ഈ കണ്ടീഷൻ തെറ്റാണെങ്കിൽ എന്ത് സംഭവിക്കും? ഈ കണ്ടീഷൻ തെറ്റാണെങ്കിൽ അത് മീൻ ചെയ്യുന്നത് എന്താ? ഇപ്പൊ റിക്വസ്റ്റ് ചെയ്തിരിക്കുന്ന ടി എന്ന് പറയുന്ന ട്രാൻസാക്ഷൻ ഒരു യങ്ങർ ട്രാൻസാക്ഷൻ ആണ്, അതൊരു പുതിയ ട്രാൻസാക്ഷൻ ആണ്. അപ്പൊ പുതിയ ട്രാൻസാക്ഷൻ ആയതുകൊണ്ട് അതിന് ആ ഐറ്റത്തിനെ റീഡ് ചെയ്യാം. അത് ഒരിക്കലും ഈ എക്സിനെ റീഡോ റൈറ്റോ നേരത്തെ ചെയ്തിട്ടില്ല. അതുകൊണ്ട് അതിന് ആ എക്സ് എന്ന് പറയുന്ന ഐറ്റത്തിനെ റീഡോ റൈറ്റോ ചെയ്യാൻ വേണ്ടി കൊടുക്കാം. അതുകൊണ്ട് അവിടെ എന്ത് ചെയ്യും? റൈറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള പെർമിഷൻ കൊടുക്കുന്നു. ആ ട്രാൻസാക്ഷൻ റൈറ്റ് ചെയ്തതിനു ശേഷം എക്സ് എന്ന് പറയുന്ന ഡേറ്റ ഐറ്റത്തിന്റെ പുതിയ റൈറ്റ് വാല്യൂ ആയിട്ട് ഈ ട്രാൻസാക്ഷന്റെ ടൈം സ്റ്റാമ്പ് വാല്യൂ ആയിരിക്കും നമ്മൾ സെറ്റ് ചെയ്ത് വെക്കുന്നത്. ഇനി നേരെ മറിച്ച് റീഡ് ഓപ്പറേഷൻ ആണെങ്കിലോ, റീഡ് ചെയ്യാൻ വേണ്ടിയാണ് നോക്കുന്നതെങ്കിലോ, റീഡ് ചെയ്യാൻ വേണ്ടിയാണ് നോക്കുന്നതെങ്കിൽ നമ്മുടെ കൺകറൻസി കൺട്രോൾ സിസ്റ്റം ആ ഡേറ്റ ഐറ്റവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന റൈറ്റ് ടൈം സ്റ്റാമ്പിന്റെ വാല്യൂ ആണ് ചെക്ക് ചെയ്ത് നോക്കുന്നത്. അതായത് റിക്വസ്റ്റ് കൊടുത്തിരിക്കുന്ന ട്രാൻസാക്ഷന്റെ ടൈം സ്റ്റാമ്പ് വാല്യൂ ഓൾറെഡി എക്സ് എന്ന് പറഞ്ഞ ഡേറ്റ ഐറ്റത്തിനുള്ള ടൈം സ്റ്റാമ്പ് വാല്യൂവിനെക്കാട്ടിലും കുറവാണോ എന്ന് ചെക്ക് ചെയ്യുന്നു. കുറവാണെങ്കിൽ അതിന്റെ മീനിങ് എന്താണ്? ഈ ടി എന്ന് പറയുന്നത് ഓൾഡർ ട്രാൻസാക്ഷൻ ആണ്. അത് ഓൾറെഡി എക്സിനെ റൈറ്റ് അല്ലെങ്കിൽ റീഡ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അപ്പൊ അതിനെ വീണ്ടും റീഡ് ചെയ്യാൻ വേണ്ടി കൊടുക്കാനായിട്ട് പറ്റത്തില്ല. ഇപ്പൊ ഓൾറെഡി എക്സ് എന്ന് പറയുന്ന ഒരു യങ്ങറിന്റെ കയ്യിലാണ്. അതുകൊണ്ട് ഈ ടി എന്ന് പറഞ്ഞ ട്രാൻസാക്ഷനെ റോൾ ബാക്ക് അല്ലെങ്കിൽ അബോർട്ട് ചെയ്യുന്നു. എന്നിട്ട് പുതിയ ട്രാൻസാക്ഷൻ ആയിട്ട് ആക്കിയിട്ട് വേണമെങ്കിൽ എക്സിനെ യൂസ് ചെയ്യാം. അപ്പൊ അങ്ങനെയാണ് ഇവിടെ സംഭവിക്കുന്നത്. ഇനി അങ്ങനെ അല്ലെങ്കിൽ, അതായത് പുതിയതായിട്ട് റിക്വസ്റ്റ് ചെയ്തിരിക്കുന്ന ട്രാൻസാക്ഷന്റെ വാല്യൂ, ടൈം സ്റ്റാമ്പ് വാല്യൂ എന്ന് പറയുന്നത് ഇപ്പോൾ ആ എക്സിന്റെ കൈവശമുള്ള ടൈം സ്റ്റാമ്പ് വാല്യൂവിനെക്കാളും കുറവാണെന്ന് വിചാരിക്കുക, കൂടുതലാണെന്ന് വിചാരിക്കുക. കൂടുതലാണെങ്കിൽ അത് മീൻ ചെയ്യുന്നത് എന്താണ്? ഈ ടി എന്ന് പറയുന്നത് ഒരു യങ്ങർ ട്രാൻസാക്ഷൻ ആണ്. അത് ഇതുവരെയും എക്സ് എന്ന് പറഞ്ഞ ഡേറ്റ ഐറ്റത്തിനെ യൂസ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? റീഡ് ചെയ്യാൻ വേണ്ടിയുള്ള പെർമിഷൻ കൊടുക്കുന്നു. എന്നിട്ട് ഈ ടി എന്ന് പറഞ്ഞ ട്രാൻസാക്ഷൻ റീഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ആ ഡേറ്റ ഐറ്റത്തിന്റെ ടൈം സ്റ്റാമ്പ് വാല്യൂ, റീഡ് ടൈം സ്റ്റാമ്പ് വാല്യൂ പുതിയതായിട്ട് സെറ്റ് ചെയ്യുകയും കൂടെ ചെയ്യുന്നു. മാക്സിമം വാല്യൂ ആയിട്ട് സെറ്റ് ചെയ്യുകയും കൂടെ ചെയ്യുന്നു. അപ്പൊ ഇവിടെ ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞായിരുന്നു, ഡെഡ് ലോക്ക് ഉണ്ടാവുന്നില്ല, സീരിയലൈസബിൾ ആണ് താനും. പക്ഷേ സൈക്ലിക് റീസ്റ്റാർട്ട് അല്ലെങ്കിൽ സ്റ്റാർവേഷൻ എന്ന് പറയുന്ന ഒരു പ്രോബ്ലം ഉണ്ടാകും. അതായത് ഒരു പ്രാവശ്യം റോൾ ബാക്ക് ചെയ്യുന്ന ട്രാൻസാക്ഷനെ തന്നെ വീണ്ടും വീണ്ടും റോൾ ബാക്ക് ചെയ്യാനുള്ള ഒരു അവസ്ഥ ഇവിടെ ഉണ്ടാകും. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ കാസ്കേഡിംഗ് റോൾ ബാക്ക് എന്നൊക്കെ പറയുന്ന പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാകുന്നത്.
ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന രണ്ട് ടോപ്പിക്കുകളാണ് സ്ട്രിക്റ്റ് ടൈം സ്റ്റാമ്പ് ഓർഡറിങ്ങും അതുപോലെ തന്നെ തോമസസ് റൈറ്റ് റൂളും. അത് നിങ്ങൾ അഡീഷണൽ ടോപ്പിക് ആയതുകൊണ്ട് നിങ്ങൾ തന്നെ റെഫർ ചെയ്യുക.